ഈച്ചയൊക്കെ വരുന്ന 3D ഒക്കെ കൊള്ളാം, ബാക്കിയൊക്കെ ഒരു ആവറേജാണ്. മാത്യു കുറച്ച് മറ്റേ ബ്രോമാൻസിലെ പോലെ ഇത്തിരി ഓവർ അഭിനയമായിപ്പോയി. സംഭവം പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ ആരെക്കൊണ്ടും ഒന്നും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ഇല്ല, കുഴപ്പമില്ല, ഒരു ആവറേജ് സിനിമയാണ്. ഈച്ചയൊക്കെ വരുന്ന 3D ഒക്കെ കൊള്ളാം, ബാക്കിയൊക്കെ ഒരു ആവറേജാണ്. ഫാൻറ്റസി അല്ല, ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത്. ലവ്ലി ആ പേര് പോലെ അത്ര ലവ്ലി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇത് 3D ഫിലിമല്ലേ, അപ്പോൾ 3D കണ്ണടയൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു അത്ര നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ ഈ നമ്മുടെ സിഗരറ്റിൻ്റെ ആ പരസ്യം അത് ഭയങ്കര 3D എഫക്റ്റിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൊളിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ പരസ്യം കഴിഞ്ഞ് പിന്നെ ആ ഒരു 2D എഫക്റ്റ് സിനിമ സ്റ്റാർട്ടിങ് മുതൽ തീരും വരെ ആ ഒരു എഫക്റ്റ് കിട്ടിയുള്ളൂ. ഒരിക്കലും ഒരു ഘട്ടത്തിലും 1% പോലും ആ ഒരു 3D എഫക്റ്റ് സിനിമയിൽ കിട്ടിയില്ല. നമ്മൾ വെറുതെ ഈ കണ്ണടയുടെ പൈസ കൊടുത്ത് വെറുതെ പോയെന്നൊരു നഷ്ടബോധമുണ്ട്. പിന്നെ കഥയാണെങ്കിൽ ഒരു ചെറിയൊരു കഥ, പിന്നെ നമ്മൾ ഈ ഈച്ച ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ മാത്യു കുറച്ച് മറ്റേ ബ്രോമാൻസിലെ പോലെ ഇത്തിരി ഓവർ അഭിനയമായിപ്പോയി. പിന്നെ ഈച്ചയ്ക്ക് ഡബ് ചെയ്തേക്കുന്ന നമ്മുടെ ശിവാംഗി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ശിവാംഗിയുടെ സിനിമയിൽ ഉള്ളതുപോലെയൊക്കെ ഒരു ഫീൽ കിട്ടും. പിന്നെ മലയാളത്തിൽ ഇത് ഭയങ്കര ബ്രഹ്മാണ്ഡ ചിത്രമൊന്നുമല്ല, ഒരു ചെറിയ കുഞ്ഞു ബഡ്ജറ്റിൽ ആ സിനിമ ഭംഗിയായിട്ട് ഒരു ചെറിയ അനിമേഷനൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇത് 2Dയിൽ എടുത്താലും മതിയായിരുന്നു. എന്നാലും നമുക്ക് ഈ ഇപ്പം കിട്ടിയ അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ടും പിന്നെ വയലൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കാം. അവിടെ എൻ്റെ അടുത്തിരുന്ന കുട്ടികളൊക്കെ അത് എൻജോയ് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ വയലൻസ് കാണിക്കുന്നതിനും കുട്ടികളെ ഇതുകൊണ്ട് കാണിക്കാം. അല്ലാതെ പ്രത്യേകിച്ച് ആ സിനിമയിൽ കഥയെന്നോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ആഷിഖ് അബുവാണ് ഇതിൻ്റെ ക്യാമറ വർക്ക്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമൊന്നും ഈ സിനിമയിലില്ല. സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ രീതിയിൽ അത്ര കണ്ട് കണക്റ്റ് ആയില്ല. സിനിമ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ ജീവിതങ്ങളിലൂടെ ഇങ്ങനെ കഥ മുന്നോട്ട് പോയി അത് ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആ സംഭവത്തിന് ശേഷം എങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിനിമയുടെ സിനോപ്സിസ് എല്ലാം ഓൾറെഡി വന്നു കഴിഞ്ഞു. കാരണം ഒരു കാനഡയിൽ പോകാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ സബ് ജയിലിലേക്ക് വരുന്നു. ഇതുവരെ എല്ലാം നമുക്ക് ട്രെയിലറിൽ നിന്നും അതിൻ്റെ സിനോപ്സിസിൽ നിന്നും മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ഈച്ച ഒരു കഥാപാത്രമായിട്ട് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. പോസ്റ്റ് ഇൻ്റർവെൽ വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും സംഭവം പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. പിന്നെ ആരെക്കൊണ്ടും ഒന്നും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. കാരണം സ്ക്രിപ്റ്റിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് പാളിപ്പോയി. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമയാകുമ്പോൾ 3D ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. VFX എല്ലാം ഭയങ്കര ടെറിബിളായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. എന്തുകൊണ്ടോ അങ്ങനെ മൊത്തത്തിലൊരു ഒരു തരത്തിലും ഒരു ഇമോഷണൽ കണക്റ്റ് പോലും തരാൻ പറ്റാത്ത രീതിയിൽ ഒരു അവസാനിച്ച സിനിമയായിപ്പോയി ലവ്ലി.